CPM-ൽ ഒരു ബോംബും വീഴാനില്ല. ബോംബെല്ലാം വീണുകൊണ്ടിരിക്കുന്നതും ഇനിയും വീഴാൻ പോകുന്നതും UDF-ലും കോൺഗ്രസിലും ഒക്കെയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിലാണ്. കോൺഗ്രസ് പ്രസിഡന്റ് KPCC പ്രസിഡന്റ് താൽക്കാലികമായിട്ട് പറഞ്ഞു ഒഴിഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവും അതേപോലെ തന്നെ. ഇവരെല്ലാം ശക്തിയായിട്ട് 24 മണിക്കൂർ മുമ്പ് പറഞ്ഞത് രാജിവെക്കുമെന്നാണ്, രാജിവെപ്പിക്കുമെന്നാണ്. പക്ഷേ രാജിവെപ്പിക്കാൻ കൂട്ടാക്കുന്നില്ല. കാരണം രാഹുൽ മാക്കൂട്ടം അതിശക്തിയായ രീതിയിൽ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. കാരണം ഇനി രാജി ഞാൻ വെക്കുകയാണെങ്കിൽ പല ആളുകളെയും മുഴുവൻ കഥയും പുറത്ത് പറയേണ്ടി വരുമെന്ന ഭീഷണിയിലാണ് യഥാർത്ഥത്തിൽ രാജി അവസാനിപ്പിച്ചത്, രാജി വേണ്ട തീരുമാനിച്ചത്. ഇത് ആരോപണം എന്നല്ലല്ലോ, എന്ത് ആരോപണം? ഇതിന് അതാ ഞാൻ പറഞ്ഞത്, ഇത് അതെല്ലാം ആരോപണമല്ലേ? ഇത് ആരോപണം. അതും അത്ര അതൊക്കെ കേസ് എന്ന് പറയാതെ, ഇത് കേസില്ലല്ലോ. പിന്നെ രാജിവെച്ചത് അല്ല, കേസില്ലെങ്കിൽ പിന്നെ കേസില്ലെങ്കിൽ ഞാൻ പറയുന്നത് രണ്ടും നിങ്ങൾ പറയല്ല. കേസ് വന്നിട്ടാണ് രാജിവെക്കുന്നതെങ്കിൽ ഇപ്പോൾ രാജിവെക്കേണ്ട, അല്ല രാജിവല്ല, ഇപ്പോൾ സസ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കേസൊന്നും വന്നില്ലല്ലോ. അപ്പോൾ കേസിനേക്കാളും പ്രധാനപ്പെട്ട തെളിവുകളാണ് വന്നത്. മറ്റെല്ലാ ആരോപണവും അതുപോലെ കേസുമാണ്. ആ കേസ് എന്ത് മാതൃകാ നിലപാടാണ്? സസ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മാതൃകാപരമായ നിലപാടാണോ? അല്ല, എന്നായി തെളിയിക്കണ്ടേ? പീഡനം പൂർണ്ണമായിട്ടും പുറത്ത് വന്നു കഴിഞ്ഞു. അവർ തന്നെ, സ്ത്രീകൾ തന്നെ പുറത്ത് പറഞ്ഞു, പേരും പറഞ്ഞു. ഇനി ഒന്നും പറയാൻ ബാക്കിയൊന്നുമില്ല. എല്ലാം തെളിവാണ്, വേറെ ആരോപണമല്ല, തെളിവാണ്. ആ തെളിവടിസ്ഥാനപ്പെടുത്തിയിട്ട് കേരളം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്, കോൺഗ്രസ് നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത് രാജിവെക്കണമെന്നാണ്. രാജിവെക്കാതെ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകാൻ രാഹുൽ മാക്കൂട്ടത്തിന് സാധിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് പ്രോത്സാഹിപ്പിക്കുന്ന ഷാഫി ഉൾപ്പെടെയുള്ളവർക്കും അത് നല്ലപോലെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മനസ്സിലാവുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ല, കൂടുതൽ പറയാനില്ല. ഇനി പറയാൻ പുറപ്പെട്ട ഒരു അപകടമാണ്. കാരണം കോൺഗ്രസിന്റെ നേതാക്കന്മാരും മഹിളാ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജിവെക്കണമെന്നാണ്. രാജിവെക്കാനിപ്പോൾ അവർ തീരുമാനിക്കുന്നില്ല. അപ്പോൾ സസ്പെൻഡ് ചെയ്ത് അവസാനിപ്പിക്കാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ വരട്ടെ, വന്നോട്ടെ. വരുന്നതിൽ ഞങ്ങൾക്ക് എന്താ ഭയമുള്ളത്? പറയുന്നതല്ലാണ്ട് വരുന്നില്ലല്ലോ, പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് അതിനൊക്കെ അഭിമുഖീകരിക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇല്ല, മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് ഞാൻ തീരുമാനിച്ചത്. കാരണം വെച്ചാൽ എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പുണ്ടായ ഒരു ആരോപണമാണ് പുറത്തു വന്നത്. കേക്ക് അതിന്റെ ഭാഗമായിട്ടാണ് കേസ് വന്നത്. ആ കേസിന്റെ വിധി എന്താണോ അതിനടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞത്. ഇതല്ല, ഇത് ഓരോരുത്തരും വന്ന് പറയാണ്, ഓരോ സ്ത്രീകളും വന്ന് പറയാണ്. അത് ആരോപണമല്ല, തെളിവാണ്. ആ തെളിവിന്റെ മേലെ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് മൂടിവെക്കാനൊന്നും നിങ്ങൾ ആര് വിചാരിച്ചാലും സാധിക്കുന്നതല്ല. ആര് വിചാരിച്ചാലും ഈ തെളിവൊന്നും മൂടിവെക്കാൻ സാധിക്കുന്നതല്ല. സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്, സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള രാഹുൽ മാക്കൂട്ടത്തിന്റെ കൂടി അനുയായികളാണ്. അവരെല്ലാം കൂടി ചേർന്നിട്ടാണ്. അതാ അവർ പറഞ്ഞല്ലോ, നമ്മൾ എപ്പോൾ വേണമെങ്കിൽ തിരിച്ചെടുക്കാം. ഇതെല്ലാം ആളെ പറ്റിക്കാൻ വേണ്ടി മാത്രമുള്ള കാര്യമാണ്. ഇതൊന്നും കൊണ്ട് കേരളം രക്ഷപ്പെടാൻ പോകുന്നില്ല. കേരളം ഇതൊന്നും അംഗീകരിക്കുകയും ചെയ്യില്ല. കാരണം ഇവർ ഓരോരുത്തരും വന്ന് ഓരോ ദിവസവും മീഡിയയുടെ മുമ്പിൽ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ കേട്ടുകൊണ്ടിരിക്കുന്ന വിവരം വെച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ക്രിമിനൽ മനസ്സില്ല ഒരാളായതുകൊണ്ട് മാത്രം, മനസ്സുള്ള ഒരാളായതുകൊണ്ട് മാത്രം രാഹുൽ രാജിവെക്കാതിരിക്കുകയാണ്. അല്ലെങ്കിൽ രാജിവെക്കേണ്ട സമയമെല്ലാം മുമ്പേ കഴിഞ്ഞിട്ടുണ്ട്. രാജിവെക്കണം എന്ന് തന്നെയാണ് കേരളം ആവശ്യപ്പെടുന്നത്. അതായത് വി ഡി സതീശനും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരാണ്, ആ ത്രിമൂർത്തികളാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഞാനാണ് നേതൃത്വം എന്ന് പറഞ്ഞ് വന്നത്. അവരെല്ലാം കൂടി തന്നെയാണ് ഒരു ഘട്ടത്തിൽ രാജിവെക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്ന് പറയുന്നത് അവർ തന്നെയാണ്.